ഒരു പെൺകുട്ടി തന്റെ ജീവരക്ഷാർത്ഥം 1001 രാവുകളിലായി പറഞ്ഞ് വിശ്വവിഖ്യാതമായ 1001 രാവുകൾ എന്ന പുസ്തകത്തിലെ വിസ്മയിപ്പിക്കുന്ന മാന്ത്രിക ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മുക്കുവന്റെ കഥയാണ് ഗംഭീരമെന്ന് പറയാൻ വരട്ടെ. അതിനേക്കാൾ മനോഹരമാണ് ബാഗ്ദാദിലെ സ്ത്രീകളും ചുമട്ട് തൊഴിലാളിയുടെയും കഥ. അങ്ങേക്ക് വേണ്ടി ഞാനത് പറയാം. ഷെഹ്റാസാദ് പറഞ്ഞു തുടങ്ങി. അങ്ങകലെ ബാഗ്ദാദിലെ ഒരു തിരക്കുള്ള തെരുവിൽ ഒരു അധ്വാനശീലനായ ഒരു ചുമട്ടു തൊഴിലാളിയുണ്ടായിരുന്നു. രാവിലെ തൊട്ട് ചുമടെടുത്ത് വൈകുന്നേരം കിട്ടുന്ന പ്രതിഫലത്തിൽ സംതൃപ്തിയോടെ കഴിയുന്ന ഒരാൾ. ഒരു ദിവസം സായാഹ്നത്തിൽ ആ തിരക്കിനിടയിൽ അയാൾ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു. അവൾ അയാളുടെ അടുത്തു വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നും പറഞ്ഞു ചുമടെടുക്കാൻ വിളിച്ചു. അവൾ മാംസം, മുട്ട, മീൻ, മദ്യം തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. എന്നിട്ടും ഒട്ടും ദേഷ്യപ്പെടാതെ ചിരിക്കുന്ന അയാൾ അവളെ തമാശയൊക്കെ പറഞ്ഞു ചിരിപ്പിച്ചും നടന്നും ഒരു വലിയ കവാടത്തിനു മുന്നിലെത്തി. ഒരു പെൺകുട്ടി വന്നു വാതിൽ തുറന്നു. അവൾക്ക് 2 സഹോദരിമാരുണ്ടായിരുന്നു. അവർ 3 പേരുടെയും സൗന്ദര്യം കണ്ടും നേരം വളരെ ഇരുട്ടിയത് കണ്ടും അവനു അവിടുന്ന് പോകാൻ മടി തോന്നി. അവൻ അവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ചു. മൂത്തവൾ പറഞ്ഞു, നീ ഇവിടെ പ്രതീക്ഷിക്കാത്തതായി എന്തെങ്കിലും കണ്ടാൽ ചോദ്യം ചെയ്യരുത്. ആ ഒരൊറ്റ നിബന്ധനയിൽ നിനക്കിവിടെ നിൽക്കാം. അവൻ സമ്മതിച്ചു. അവർ അങ്ങനെ തമാശകൾ പറഞ്ഞും ചിരിച്ചും ഉല്ലസിക്കുമ്പോൾ വാതിലിൽ മുട്ടുന്ന ശബ്ദം. ഇളയവൾ പോയി വാതിൽ തുറന്നു. വഴി യാത്രക്കാരായ 3 യുവാക്കൾ. 3 പേരും ഒറ്റക്കണ്ണന്മാർ. ഞങ്ങൾ ദൂരെ ദേശത്തു നിന്നുള്ളവരാണ്. ഇവിടെ പരിചിതമല്ല. ഒരു രാത്രി തങ്ങാൻ ഇടം തേടി വന്നതാണ്. അവർ സമ്മതിച്ചു, അതേ നിബന്ധനയിൽ. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ 2 അറബ് വ്യാപാരികൾ വന്ന് അവിടെ തങ്ങാൻ അനുവാദം ചോദിച്ചു. അവർ യഥാർത്ഥത്തിൽ വേഷം മാറി സഞ്ചരിക്കുന്ന ബാഗ്ദാദിന്റെ ഖലീഫ ഹാറൂൺ അൽ റഷീദും അദ്ദേഹത്തിന്റെ വിശ്വസ്ത മന്ത്രി സൽമാനും ആയിരുന്നു. ഒരുപാട് ഇരുട്ടിയും ആ വീട്ടിലെ വെളിച്ചവും ശബ്ദവും കൊണ്ടാണ് അവർ അവിടെ എത്തിയത്. അങ്ങനെ അതിഥികളെ നന്നായി സൽക്കരിച്ചും മദ്യം വിളമ്പിയും പരസ്പരം കളിയാക്കിയും സമയം കഴിഞ്ഞു പോയി. എല്ലാം കഴിഞ്ഞ ശേഷം അതിലെ മൂത്തവൾ 2 പട്ടികളെ കൂട്ടിവന്നു. കരഞ്ഞുകൊണ്ട് അതിനെ തല്ലുകയും ശേഷം കെട്ടിപ്പിടിച്ചു കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് ഒരു വിലാപഗാനം പാടിക്കുഴഞ്ഞു വീണു. അവളുടെ ശരീരത്തിൽ അടികൊണ്ട പാടുകൾ കാണപ്പെട്ടു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ വിചിത്രമായ രീതികൾ കണ്ട് പുരുഷന്മാർ പരസ്പരം ചോദിച്ചു. ഒടുവിൽ അവർ ചുമട്ടുകാരനോട് കാര്യം തിരക്കാൻ നിർബന്ധിച്ചു. അതോടെ അവരുടെ ഭാവം മാറി. മൂത്തവൾ നിലത്ത് 3 തവണ അമർത്തി ചവിട്ടിയതോടെ ബലിഷ്ഠരായ 2 പേർ വന്ന് അവരെ ബന്ദികളാക്കി. നിൽക്ക്, ഇവരാരാണെന്ന് അറിയണം. അതിനുശേഷം കൊണ്ടുപോകാം. അവൾ അവരോട് അവരുടെ കഥ പറയാൻ ആവശ്യപ്പെട്ടു. ഒറ്റക്കണ്ണന്മാരിൽ ആദ്യത്തെയാൾ കഥ പറഞ്ഞു തുടങ്ങി. ഞാൻ കിഴക്ക് പ്രദേശത്തെ ഒരു രാജകുമാരനാണ്. എന്റെ പിതാവിന്റെ അനുജന്റെ പുത്രനും ഞാനും സമപ്രായക്കാരാണ്. ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്. ഒരുമിച്ചാണ് നായാട്ടിനൊക്കെ ഇറങ്ങാറുള്ളത്. ഒരിക്കൽ അതുപോലെ പുറപ്പെട്ട ദിവസം അവൻ എന്നോട് ഒരു സഹായം ചോദിച്ചു. ഒരു വിജനമായ സ്ഥലത്ത് കുരിക്കാൻ. അധികം ആഴത്തിൽ കുരിക്കേണ്ടി വന്നില്ല. ഒരു മൂടി പോലെയൊന്ന് തുറന്നു. അതിനുള്ളിൽ ഭൂമിക്കടിയിലേക്ക് പടികളുണ്ടായിരുന്നു. അവനും ഒരു മുഖം മറച്ച പെണ്ണും അതിനുള്ളിലേക്ക് കയറിപ്പോയി. അവൻ എന്നോട് ആ രഹസ്യ കവാടം അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ അതുപോലെ ചെയ്തു തിരികെ മടങ്ങി. അപ്പോഴാണ് ഞങ്ങളുടെ മന്ത്രി സേനാപതിയെ കൂട്ടുപിടിച്ച് ഞങ്ങളുടെ നാട്ടുരാജ്യം പിടിച്ചെടുത്തത് ഞാൻ അറിഞ്ഞത്. ഒരിക്കൽ ഒരു പക്ഷിയെ ഉന്നം വെച്ച് ഞാൻ തൊടുത്ത അമ്പ് ലക്ഷ്യം തെറ്റി അയാളുടെ കണ്ണിൽ പരിക്കേൽപ്പിച്ചിരുന്നു. അതിനു പ്രതികാരമായി എന്റെ ഒരു കണ്ണെടുക്കാൻ അയാൾ കൽപ്പിച്ചു. എന്റെ ഇടത് കണ്ണിൽ അവർ വാൾ കൊണ്ട് കുത്തി. വേദന സഹിക്കാനാവാതെ ഞാൻ അവരെ ആക്രമിച്ചു. എന്റെ കുതിരപ്പുറത്ത് കയറി എന്റെ ഇളയച്ചന്റെ അടുത്തേക്ക് രക്ഷപ്പെട്ടു. ഇളയച്ചൻ എന്നെ രഹസ്യമായി സംരക്ഷിച്ചു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ മകൻ 9 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ എത്തിയിട്ടില്ലെന്നത് അറിഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ കൂട്ടി. അവൻ എന്നോട് കുഴിക്കാൻ ആവശ്യപ്പെട്ട സ്ഥലത്തെത്തി കുഴിയെടുത്തു.
അവിടെ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. 2 കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ, ഒന്ന് അവൻ്റേതും മറ്റൊന്ന് ആ പെണ്ണിൻ്റേതുമായിരുന്നു. എന്നാൽ ഇളയച്ചൻ്റെ മുഖത്ത് സങ്കടത്തിനു പകരം ദേഷ്യവും വെറുപ്പുമായിരുന്നു. അവർ അവൻ്റെ ശരീരത്തിൽ കാർക്കിച്ചു തുപ്പി.